കാലത്ത് സ്കൂളിൽ പോകുന്നു, ഈവനിങ് ട്യൂഷൻ പോകുന്നു, ഇത് കഴിഞ്ഞ് സെൽഫ് സ്റ്റഡി. മൂന്ന് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ആദ്യം മൂന്ന് കാര്യങ്ങളെയും നിങ്ങൾ കണക്ട് ചെയ്യണം. ഇപ്പോ ഫസ്റ്റ് സ്കൂള്, അപ്പൊ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് എക്സ്പോഷർ കിട്ടുന്നത് ഒരു ടോപ്പിക്കിനെ പറ്റി. ടീച്ചർ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു, ഒരു ബിഗ് പിക്ചർ തരുന്നു, ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ട്യൂഷനോ, അതൊരു ക്ലാരിഫിക്കേഷൻ ആൻഡ് പർപ്പസിന് വേണ്ടിയിട്ട് വേണം നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ. ട്യൂഷൻ ടീച്ചർ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോർഷൻസിലേക്ക് പോകും, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും, നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തരും. ശരിക്കും സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെയും ട്യൂഷനിൽ ക്ലിയർ ചെയ്തിരിക്കണം. എന്താണ് ഇതിന്റെ ഡൗട്ട്സ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൈമും അതേപോലെ തന്നെ കാശും വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇനി സെൽഫ് സ്റ്റഡി. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതും ട്യൂഷനിൽ നിന്ന് ക്ലാരിഫൈ ആയതുമായിട്ടുള്ള ടോപ്പിക്കുകൾ ഒന്നുകൂടെ നിങ്ങൾ പഠിക്കണം. നിങ്ങളെ ടെസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആർക്കും ഇതൊന്നും ചെയ്തു തരാൻ കഴിയില്ല. ഇനി ഈ മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം കൂടെ നോക്കാം. സ്കൂളിന് ശേഷം എന്നാൽ ട്യൂഷന് മുമ്പ് നിങ്ങളുടെ ആ ഒരു ദിവസത്തെ ഡൗട്ട് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഓരോ ക്ലാസ്സിന് ശേഷം അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എല്ലാം എഴുതി വെക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ക്ലിയർ ആവാത്ത ഭാഗങ്ങൾ. ആൻഡ് ദീസ് ബിക്കം യുവർ ട്യൂഷൻ ക്വസ്റ്റ്യൻസ്. ഇനി ട്യൂഷനിൽ എത്തിയാല് പാസീവ് ആയിട്ട് ഇരിക്കാതെ ആക്റ്റീവ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾ എഴുതിയിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കുക, അത് ക്ലിയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ട്യൂഷൻ യൂസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ട്യൂഷൻ കഴിഞ്ഞ് നിങ്ങൾ വീടെത്തി കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 10 മിനിറ്റ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്തില്ലേ, അതിന്റെ ഒരു സമ്മറി എഴുതുക. ഗായ്സ്, ഈ പറയുന്നതൊക്കെ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. വെറുതെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോണില്ല. ഇനി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ചെയ്യുന്നു. ഇപ്പോ നിങ്ങൾ 0 അല്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 2 തവണ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ട്, ലൈക്ക് സ്കൂൾ ആൻഡ് ട്യൂഷൻ. ആൻഡ് ഇപ്പം നിങ്ങളുടെ ജോബ് എന്ന് പറയുന്നത് ആ ഒരു സെയിം ടോപ്പിക്കിൽ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഇതിനെ നമുക്ക് ലെയേർഡ് ലേണിംഗ് എന്ന് വിളിക്കാം. ഒരു ദിവസം തന്നെ ഒരു ടോപ്പിക്ക് 3 ഡിഫറെന്റ് വേസിൽ 3 തവണ നിങ്ങൾ പഠിക്കുകയാണ്. ഒരു ലോങ് സെഷനിൽ ഇരുന്ന് ഈ ഒരു സെയിം ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ മോർ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെയേർഡ് ലേണിംഗിലൂടെ പഠിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് ഇതിനൊന്നും ടൈമില്ല, സ്കൂളിലും ട്യൂഷനും ഒക്കെ കഴിയുമ്പോൾ തന്നെ നല്ല ടയേർഡ് ആയിരിക്കും, പിന്നെ സെൽഫ് സ്റ്റഡി ഒക്കെ ചിലപ്പോഴേ നടക്കുള്ളൂ എന്നൊക്കെ. ബട്ട് ഗൈസ്, ഈ ഒരു ലെയേർഡ് സിസ്റ്റം ഫോളോ ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോങ് സ്റ്റഡി സെഷന്റെ ആവശ്യമില്ല. ഫോക്കസ്ഡ് ആയിട്ട് 1 മണിക്കൂർ പഠിക്കുക. ദാറ്റ്സ് എനഫ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. ക്വാളിറ്റിക്ക് വേണം നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, ക്വാണ്ടിറ്റിക്കല്ല. പിന്നെ ശനി ഞായറും ഇല്ലേ, അപ്പൊ ഡീപ് റിവിഷൻ ചെയ്യുക, എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ എല്ലാം ഒരു ദിവസം തന്നെ ചെയ്ത് എക്സോസ്റ്റഡ് ആവണം എന്നല്ല പറയുന്നത്. ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയായി. സ്കൂൾ ഇൻട്രൊഡ്യൂസസ്, ട്യൂഷൻ ക്ലാരിഫൈസ്, സെൽഫ് സ്റ്റഡി ഓൺസ്. ഇതൊരു സ്മാർട്ട് വർക്ക് ആണ്. ഈ ഒരു 3 കാര്യങ്ങളും കണക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.